കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്രതീക്ഷിതമായി രാജീവിന്റെ ഡ്രൈവറായി പോയ സുധീഷ് അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം വെറുപ്പോടെയും ദേഷ്യത്തോടെയുമാണ് സുധീഷിനോട് സംസാരിക്കുന്നത്. ഞാൻ അത്ര മോശം ആളൊന്നുമല്ലെന്ന് സുധീഷ് പറയെ നിർത്തടാ. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം പെൺകുട്ടിയെ ഓരോന്ന് പറഞ്ഞ് മയക്കിയെടുത്തിട്ട് നീ എന്നോട് സംസാരിക്കുന്നു എന്ന് രാജീവും. സുധീഷും ചിരിയോടെ, നിങ്ങൾ 21 വർഷം വളർത്തി വലുതാക്കിയ കുട്ടിയെ ഞാൻ 2 ഡയലോഗ് അടിക്കുമ്പോൾ മയങ്ങി വീഴാൻ നിങ്ങളുടെ മോളെന്താ അത്രയ്ക്ക് വീക്കാ? അവൾ എന്റെ കൂടെ വന്നതേ എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടാ. എന്റെ ഈ ഗെറ്റപ്പ്, എന്റെ ഈ ചാമിങ്, ക്യൂട്ട്നെസ്, ഹ്യൂമർ സെൻസ്, കോൺഫിഡൻസ്, കോമൺ സെൻസ് എക്സെട്രാ എക്സെട്രാ. ഈ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ ആരും കൊതിച്ചു പോകും എന്ന് ലാലേട്ടനെ അനുകരിച്ചുകൊണ്ട് സുധീഷ് പറയേ എന്ന് ദേഷ്യത്തോടെ രാജീവ്. എല്ലാത്തിനും അപ്പുറേ ഞാൻ അവളെ നന്നായിട്ട് സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാ അവൾ ഇറങ്ങി വന്നതെന്ന് സുധീഷ് പറയെ. നന്നായി സംരക്ഷിക്കാനോ? നീയോ? അതിന് മാത്രം എന്ത് കോപ്പാടാ നിന്റെ കയ്യിലുള്ളത്? എന്റെ മകളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവളെ തട്ടിക്കൊണ്ട് പോവുക നീ ചെയ്തത്. അവളുടെ മുന്നിലെ നീ കാണിക്കുന്ന ഈ കോളിഷ് ഉണ്ടല്ലോ, അത് പൊളിഞ്ഞു പോവാൻ അധിക കാലമൊന്നും വേണ്ട. നീ വില കെട്ടാത്ത നീ നാറിയാണെന്നും നിന്റെ കൂടെ വന്നത് തെറ്റായി പോയെന്ന് അവൾക്ക് വൈകാതെ മനസ്സിലാവും. അന്ന് എന്റെ മകൾ എന്നെ തേടി വരും. ആ ദിവസം മുതൽ നിനക്ക് കിട്ടിത്തുടങ്ങും. നിനക്കുള്ള സമ്മാനങ്ങൾ കാത്തിരുന്നു എന്ന് രാജീവും. അത് കേൾക്കെ സുധീഷും പൊട്ടിച്ചിരിച്ച് കളിയാക്കിക്കൊണ്ട്, പാവം സാർ ഇപ്പോഴും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ സാർ മറന്നോ? കാല് പിടിക്കുന്ന പോലെ സാർ അവളോട് ചോദിച്ചില്ലേ? എന്നിട്ട് എന്തായി? അവൾ എന്റെ കൂടെ വരുന്നു എന്നല്ലേ പറഞ്ഞത്? സാറ് പറഞ്ഞില്ലേ 21 വർഷം നോക്കി വളർത്തിയ അച്ഛനെയും അമ്മയും വിട്ടിട്ട് എന്റെ കൂടെ അവൾ ഇറങ്ങി വരണമെങ്കിൽ അവൾക്ക് എന്റെ മേലുള്ള വിശ്വാസം എന്തായിരിക്കും? അതെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് സാറേ. കല്യാണത്തിനു ശേഷം നിധി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴേ ഒരു തവണ, അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എന്നെ പറ്റിയോ എന്റെ കുടുംബത്തെ പറ്റിയോ തെറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ചതിനേക്കാളും സന്തോഷം അവൾക്കിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കാണുമ്പോഴേ ഉള്ളൂ അവൾക്കിപ്പോ ഈ സങ്കടം. നിങ്ങളെ ഇനി ഒരു കാലത്തും കാണാതിരുന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. സത്യം പറഞ്ഞാലേ ഇന്ന് നിങ്ങളെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ നോക്കിയേ, ദൈവം അതും ചെയ്തു തന്നു. അതുകൊണ്ടേ ഒരു ഗുണമുണ്ടായി. നിധിക്ക് നിങ്ങളെക്കാളും വലുത് ഞാനാണെന്ന സത്യം നിങ്ങളുടെ മുഖത്ത് നോക്കി ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റി. ഇതിൽ കൂടുതൽ ഇനി എന്താ എനിക്ക് വേണ്ടത്? അവൾ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല സാറേ. അങ്ങനെ നടക്കുമെന്നേ സാർ സ്വപ്നം പോലും കാണരുതേ എന്ന് സുധീഷ് ചിരിയോടെ പറയെ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നീയാ. അവൾ എനിക്ക് ഒരേ ഒരു മകളാ. എന്റെ മുഴുവൻ സ്വത്തിന്റെയും പാതി അവൾക്ക്. അതല്ലേ നീ കാണുന്ന സ്വപ്നം? എന്നാലേ ആ സ്വപ്നം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. അവൾ നിന്നെ വിട്ട് എന്നെ തേടി വരിക തന്നെ ചെയ്യും. അന്ന് തുടങ്ങും നിന്റെ കഷ്ടകാലമെന്ന് രാജീവ് ഓർമ്മിപ്പിക്കേ. ചേച്ചേ, വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെയാണല്ലോ സാറ് നിൽക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഓർക്കുന്നില്ലേ? അന്ന് നിങ്ങൾ അവളെ അപമാനിച്ച് അവളുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളഞ്ഞ അന്ന് ആ ദിവസം അവളുടെ ഉള്ളിൽ നിങ്ങൾ ഇല്ലാണ്ടായി സാറേ. ഇനി അവളെ നിങ്ങളെ തേടി വരാനൊന്നും പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ലെന്നേ. പക്ഷേ പറഞ്ഞതിൽ ഒരു പോയിന്റ് കറക്റ്റാ. നിധിയുടെ അവകാശം ഉന്നയിച്ച് കോടതിയിൽ പോയ ഇപ്പോൾ ഉള്ള സ്വത്തിന്റെ നേർപകുതി അതെന്റെ കയ്യിലിരിക്കും. നിങ്ങളുടെ വീട്ടിലെ ഡ്രൈവറായിട്ട് വന്നയാള് നിങ്ങളുടെ സ്വത്തിന്റെ പാതിക്ക് അവകാശിയായിരിക്കുന്നു. അതിനൊരു സാധ്യത ഇല്ലേ സാറേ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആ സ്വത്തിലും വലുതാണ് സാറേ എനിക്ക് നിധി. നിങ്ങൾ അവളെ പുറംലോകം കാണിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വളർത്താൻ തീരുമാനിച്ചതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വില മതിക്കാനാവാത്ത ഒരു ഭാര്യയെ കിട്ടി. അതിൽ എനിക്ക് നന്ദിയുണ്ട് സാറേ എന്ന് സുധീഷ് പറയെ. മതിയടാ, നിർത്ത്. അവൾ ഇപ്പോ നിന്റെ കൂടെ ഉള്ളതിന്റെ അഹങ്കാരമാണെങ്കിൽ നീ ഓർത്തോ. അവൾ എന്റെ മകളാ. നിന്നെ വലിച്ചെറിഞ്ഞ് അവൾ എന്റെ അടുക്കെ വരിക തന്നെ ചെയ്യും എന്ന് രാജീവും ദേഷ്യത്തോടെ ഉറപ്പിച്ചു പറയുകയാ. ഇങ്ങനെ പറഞ്ഞ് മനസ്സിനെ ആശ്വസിപ്പിക്കാമെന്നേ ഉള്ളൂ സാർ. ഇപ്പൊ അവളെ നിധി രാജീവ് ശങ്കർ അല്ല, നിധി സുധീഷ്. ഈ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന സുധീഷിന്റെ ഭാര്യ. നിങ്ങള് തല കീഴായി നിന്നാ പോലും അവൾ ഇനി വരാൻ പോവില്ല സാറേ എന്ന് ചിരിയോടെ സുധീഷ്. കാണണോ നിനക്ക്? കാണണോ എന്ന് രാജീവ് ദേഷ്യത്തോടെ ചോദിക്കേ. സുധീഷും കളിയാക്കി ചിരിച്ചോണ്ട് ആ കാണാം എന്ന് പറയുക. ഇപ്പൊ വിചാരിച്ചാൽ പോലും അവളെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയും. കാണണം നിനക്ക് എന്ന രാജീവിന്റെ വെല്ലുവിളിയോടുള്ള ചോദ്യം കേൾക്കെ സുധീഷ് വീണ്ടും പൊട്ടിച്ചിരിക്കുക. ഞാൻ വിചാരിച്ച ഒരാഴ്ച പോലും അവൾ നിന്റെ കൂടെ ഉണ്ടാവില്ല. ആണോ എന്ന് രാജീവ് വീണ്ടും വെല്ലുവിളിയോടെ ചോദിക്കേ. എന്താ സാർ ഇത്? ഒരു 3 സത്യം കൂടി അങ്ങ് ഇട്ടേക്കമായിരുന്നില്ല? അപ്പൊ പിന്നെ ഇതൊരു സിനിമ ഡയലോഗ് ആയിരുന്നേനെ. ഇത് സത്യം 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 എന്ന് പറഞ്ഞ് കളിയാക്കി പൊട്ടിച്ചിരിക്കുക സുധീഷും. വണ്ടി നിർത്തണം നായേ, നിർത്തടാ എന്ന് രാജീവ് വച്ചുവെക്കെ സുധീഷും സൈഡ് ഒതുക്കി വണ്ടി നിർത്തുകയാ. വണ്ടി നിർത്തുമ്പോഴേക്കും രാജീവും ദേഷ്യത്തോടെ ഡോർ തുറന്നിറങ്ങുമ്പോഴേക്കും സാറേ സ്ഥലമായില്ലെന്ന് സുധീഷ് വിളിച്ചു പറയുന്നുണ്ട്. രാജീവ് ഡ്രൈവിംഗ് സീറ്റിനരികിലേക്ക് ചെന്ന് ഡ്രൈവിംഗ് സീറ്റ് വലിച്ചു തുറന്ന് ഇറങ്ങടാ നായ എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചിറക്കി. അവന്റെ കോളറിനിട്ട് കുത്തിപ്പിടിച്ച്, ഇത്ര നേരം നീ പറഞ്ഞത് ഞാൻ കേട്ടില്ലേ, ഇനി നീ കേട്ടോ എന്ന് പറഞ്ഞ് വിരൽ ഞൊടിച്ചുകൊണ്ട് ഇന്നു മുതൽ 7 ദിവസം
7 ദിവസത്തിനകം അവൾ നിന്നെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കും. നീ പറഞ്ഞതുപോലെ അത് ഉറപ്പിക്കാൻ എനിക്ക് ഒരു സത്യത്തിന്റെയും ആവശ്യമില്ല. പന്നിത്തിട്ട മണക്കുന്ന കുപ്പയിൽ കിടക്കുന്ന വെറും പുഴുവാണ് നീ. രാജീവിനെ അളക്കാൻ വന്നതിന് നീ അനുഭവിക്കും. വെറും 7 ദിവസം. നിധി നിന്നെ ഇറക്കി വിടുന്ന ആ ദിവസം മുതൽ നീ നരകയാതന അനുഭവിക്കാൻ തുടങ്ങും. ഈ കാറിലിരുന്ന് ചിരിച്ച ഓരോ ചിരിക്കും ഇരട്ടിയായിട്ട് നീ കരയും. ഈ ദിവസം എന്നോട് ഇങ്ങനെ പെരുമാറിയതോർത്ത് നീ മരണം വരെ ദുഃഖിക്കും. ഓർത്തോ എന്ന് പറഞ്ഞ് അവന്റെ കോളറിലെ പിടിവിട്ട് കാറിലേക്ക് തള്ളിയിട്ട് ദേഷ്യത്തോടെ രാജീവ് ആ റോഡിലൂടെ നടന്നു നീങ്ങുകയാ. പിന്നീട് സുധീഷ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി നിധിയെ വിളിക്കുകയാ. നിധി കോളെടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നെന്ന് സുധീഷും പഠിക്കുമായിരുന്നു എന്ന് നിധിയും. ഓ, ഏതു നേരവും ഇതുതന്നെയാണല്ലോ കർത്താവേ, ഇവൾക്ക് ബോർ അടിക്കുന്നുമില്ലേ എന്ന് സുധീഷ് മനസ്സിൽ പറയുമ്പോഴേക്കും എന്തിനു വിളിച്ചേ എന്ന് നിധിയും ചോദിക്കുക. അതെ, ഒരു കാര്യം പറയാനായിരുന്നു എന്ന് സുധീഷ് പറയേ. എന്നാ പിന്നെ പറഞ്ഞൂടെ എന്ന് നിധി. അത് ഞാനേ ഇന്നൊരാളെ കണ്ടു എന്ന് സുധീഷ് പറയേ. നിധിയുടെ ഒരു മറുപടിയും ഇല്ലാഞ്ഞ് ആരാന്ന് ചോദിക്കുന്നില്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുക. നിങ്ങൾ ദിവസവും എത്ര പേരെ കാണുന്നതാ, ആരെയാണെന്ന് എനിക്കിങ്ങനെ അറിയാം എന്ന് നിധി ചോദിക്കേ. ഇത് തനിക്ക് കൂടി അറിയാവുന്ന ഒരാളാ എന്ന് സുധീഷും. ആര് എന്ന് സംശയത്തോടെ നിധി ചോദിക്കേ. ഒന്ന് ഊഹിച്ചു നോക്കടോ എന്ന് സുധീഷും. അതെങ്ങനെ ഊഹിക്കാനെന്ന് നിധി ചോദിക്കേ. ഇയാളുടെ സ്വന്തം ആളാണെന്നേ. എനിക്കിന്നൊരാളുടെ വീട്ടില് കോ ഡ്രൈവറായിട്ട് പോവേണ്ട കാര്യമുണ്ടായിരുന്നു. ആളുമായിട്ട് പോകുന്ന വഴിക്ക് വേറൊരാൾ വഴി ഇന്ന് കയറി. അതാരാണെന്ന് ഊഹിക്കാവോ എന്ന് സുധീഷ് ചോദിക്കേ. ദേ വീണ്ടും ഇയാൾ കാര്യം പറയൂ എന്ന് നിധിയും. അത് ഇയാൾക്ക് പ്രിയപ്പെട്ട ഒരാളാന്നേ. തിരുവനന്തപുരത്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുന്ന തന്റെ സ്വന്തം ആള് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അച്ഛനോ എന്ന് അമ്പരപ്പോടെ നിധിയും. ആള് തന്നെ. ആദ്യം ഞാനും ഒന്ന് ഷോക്കായി. എന്ത് ചെയ്യാം, വന്ന് പെട്ടുപോയില്ലേ. എന്നെ വിളിച്ച ആളുമായിട്ട് എന്തോ ഡീലിങ്ങിനെത്തിയതാ പുള്ളി. കുറച്ചു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച ആള് വഴി നിറങ്ങിപ്പോയി. തന്റെ അച്ഛനെയും കൊണ്ട് പിന്നെയും ഞാനൊരു 1/4 മണിക്കൂർ ഓടേണ്ടി വന്നെന്നേ. അയ്യോ, താനൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് സുധീഷ് പറയേ. സത്യമാണോ എന്ന് നിധിയും. സത്യന്നേ. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ തന്റെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കും എന്ന് സുധീഷ് പറയേ. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് നിധിയും ചോദിക്കില്ലാതിരിക്കോ. എന്നെ കുറെ ചൊറിഞ്ഞു. പിന്നെ ഞാൻ ഇയാളെ വിചാരിച്ച് വായും പൂട്ടി മിണ്ടാതിരുന്നു എന്ന് സുധീഷ് പറയേ. ഒരുപാട് ഹേർട്ട് ചെയ്തോ എന്ന് നിധി. താൻ വിചാരിക്കുന്നതിലും കൂടുതൽ ശരിക്കും നിർത്തി അങ്ങ് അപമാനിക്കുമായിരുന്നെ. പിന്നെ ഇയാളുടെ കാര്യത്തിൽ എനിക്ക് അപമാനമൊക്കെ ശീലമായതുകൊണ്ട് ഞാൻ അതത്ര കാര്യമായിട്ട് എടുത്തില്ല എന്ന് മാത്രം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ടെൻഷനോടെ സോറി എന്ന് നിധിയും. അത് പോട്ടടോ. പിന്നൊരു കാര്യം, ഇയാളുടെ അച്ഛൻ വല്ലാണ്ട് പ്രവോക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഞാൻ ക്ഷമ വിട്ട് പെരുമാറിയിട്ടില്ല കേട്ടോ. പറഞ്ഞു മനസ്സിലാക്കാനാ ഞാൻ നോക്കിയത്. ആ സൂര്യയെ പോലെ ഒരാളെ കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയിരുന്നില്ലെങ്കിൽ ഇതുപോലൊന്നും ആവില്ലായിരുന്നെന്ന് വരെ പറഞ്ഞു നോക്കി. എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. ഞാൻ അവസാനം പുള്ളി പറയുന്നത് മുഴുവൻ കേട്ടു. ഒരു വാക്ക് പോലും അങ്ങോട്ട് ഞാൻ പറഞ്ഞതേ ഇല്ല എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും ടെൻഷനോടെ അച്ഛൻ എങ്ങനെ ആ വണ്ടിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് കയറി എന്ന് ചോദിക്കേ. എന്റെ വിധി, അല്ലാതെ എന്തു പറയാനായെന്ന് സുധീഷ്. എല്ലാ തെറിയും കേട്ട് ഇറക്കേണ്ട സ്ഥലത്ത് ഭദ്രമായിട്ട് കൊണ്ടിറക്കി ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നു. ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് വെച്ചിരുന്നെങ്കിലേ എന്നെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങ് മാറിയേനെ. എന്ത് ചെയ്യാം, യോഗമില്ല. ഇത്രയും തെറി തന്റെ അച്ഛൻ അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു മുട്ടൻ തെറികള്. എന്റെ അമ്മ ഒന്ന് സുധീഷ് പറയേ. സോറി, വെരി സോറി എന്ന് ടെൻഷനോടെ നിധി. അതൊക്കെ താൻ വീഴോ പോട്ടെ. പക്ഷേ ഇതൊക്കെ ഇയാളുടെ അച്ഛന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ അവന്റെ 2 പല്ലെങ്കിലും താഴെ കിടന്നേനെ. എന്ത് ചെയ്യാം, ഇയാളുടെ അച്ഛനായി പോയില്ലേ. കൊണ്ട് പരമാവധി ക്ഷമിച്ചും സഹിച്ചും മിണ്ടാതങ്ങ് കൊണ്ടുവിട്ട് വന്നു. ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ആക്കിയിട്ട് വന്നേ. തനിക്ക് വന്ന് കാണണോ എന്ന് സുധീഷ് തന്ത്രപൂർവ്വം ചോദിക്കേ. എന്തിനെ? എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ എന്തിനു കാണണം എന്ന് ദേഷ്യത്തോടെ നിധി. വേണമെങ്കിൽ പറഞ്ഞോട്ടോ. കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും ഞാൻ വേണമെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം എന്ന് സുധീഷ് പറയേ. നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. ഇനി വിളിച്ചാലും പോവണ്ട. വെറുതെ എന്തിനാ നിങ്ങൾ ചീത്ത കേൾക്കുന്നത് എന്ന് നിധി പറയേ. അയ്യോ, അതൊന്നും സാരമില്ല. ഇയാളുടെ അച്ഛനല്ലേ. ഇയാളുടെ അച്ഛൻ എന്ന് പറയുമ്പോ എനിക്കും അച്ഛനെ പോലെ ആണല്ലോ അല്ലേ. അല്ല, ഇയാൾ എന്റെ വീട്ടുകാരോട് കാണിക്കുന്ന സ്നേഹം ഞാനും കുറച്ചങ്ങോട്ട് കാണിക്കണ്ടേ. പിന്നെ ഇയാളുടെ അച്ഛൻ എന്നെ ചീത്ത വിളിച്ചതിൽ എനിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ. അതൊന്നും ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. തനിക്ക് വേണ്ടി ഇത്തിരി തെറി കേട്ടെന്നല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല, പോട്ടെ. ആ, ഇത്തിരി വിഷമൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. അപ്പൊ ശരി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് കോൾ കട്ട് ചെയ്യുകയാണ്. പറഞ്ഞ കള്ളങ്ങളെല്ലാം നിധി വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കിയ സുധീഷും സന്തോഷത്തോടെ അതേറ്റു എന്ന് പറഞ്ഞ് കാർ എടുത്ത് പോവുകയാണ്. പിന്നീട് മെക്കാനിക്കൽ ഷോപ്പിൽ ജോലിയിലായിരുന്ന ഹരീഷിന്റെ അടുത്തേക്ക് സുധീഷ് എത്തുകയാണ്. മോനെ ഹരീഷേ എന്ന് വിളിച്ച് സുധീഷ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഹരീഷും സുധീഷിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് എത്തി നോക്കുകയാ. എന്താ നീ നോക്കുന്നേ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് സുധീഷ് പറയേ. എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ട് എന്ന് ഹരീഷും. എന്തോന്നാടാ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. ടിറ്റോയും വിചിത്രമായ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ വരാനിരിക്കുന്ന അപകടങ്ങളെ പറ്റി പക്ഷി മൃഗാദികൾക്ക് ചില സൂചനകൾ കിട്ടാറുണ്ട്. അതുപോലെയാണ് എന്റെ ആശാനം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക. സുധീഷും ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് ചെന്ന് ഡാ എന്താണ് എത്ര ചിരിക്കാനുള്ളത് എന്ന് ചോദിച്ച് അവനെ വഴക്കു പറഞ്ഞ് അവന്റെ അരികിൽ നിന്ന് ഒരു ടയർ എടുത്ത് ഉരുട്ടിക്കൊണ്ടുപോയി സുധീഷിന്റെ അടുത്തിട്ടിരുന്ന് അവനൊരു ചോക്ലേറ്റ് എടുത്തു കൊടുക്കുമ്പോഴേക്കും ഒരെണ്ണേ ഉള്ളോ എന്ന് ടിറ്റോയും ചോദിക്കുക.
അത് കേൾക്കെ സുധീഷ് ഒരു ചോക്ലേറ്റ് കൂടി എടുത്ത് ഒറ്റയ്ക്ക് തിന്നാനല്ല അവനും കൂടി ഉള്ളതാന്ന് പറഞ്ഞ് ടിറ്റോക്ക് എറിഞ്ഞു കൊടുക്കുകയാ. ചായ പറയട്ടെ എന്ന് ഹരീഷ് ചോദിക്കെ. വേണ്ടടാ എന്ന് സുധീഷ്. ജ്യൂസ് എന്ന് ഹരീഷ് ചോദിക്കെ. അത് നല്ലതാ, നല്ല ചൂടല്ലേ എന്ന് സുധീഷ് പറയേ. എടാ 2 ഗ്ലാസ് ജ്യൂസ് മേടിച്ചെന്ന് ടിറ്റോയോടായി പറയുന്നുണ്ട് ഹരി. കാശ് എന്ന് പറഞ്ഞ് ഹരീഷ് കൊടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പൈസയൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ടിറ്റോ ജ്യൂസ് വാങ്ങിക്കാനായി പോവുക. സുധീഷിന്റെ പതിവില്ലാത്ത വരവ് കണ്ട് സംശയത്തോടെ അല്ല കാശ് വല്ലതും വേണോ എന്ന് ഹരീഷ് ചോദിക്കെ. പിന്നെ നീ ഇവിടെ ഫിനാൻസ് സ്ഥാപനം നടത്തുകയാണല്ലോ, ആവശ്യമുള്ളപ്പോ വന്ന് കാശ് കടം വാങ്ങിക്കാം പോടാ എന്ന് സുധീഷും. അല്ലാണ്ട് വെറുതെ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കടാ. ഒരു സ്നേഹം കൊണ്ട് ഞാൻ കാണാൻ വന്നത് തെറ്റാണോടാ ഹരീഷേ എന്ന് സുധീഷും. വെറുതെ വളവളന്ന് വിടാണ്ട് കാര്യം പറയുന്ന ഹരീഷും. ഒരു ചമ്മലോടെ ചിരിയോടെ ഒരു കാര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ ചന്തുവിനെ നോക്കുമ്പോഴേക്കും ചന്തുവിനെ മാറ്റി നിർത്താൻ വേണ്ടി എടാ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേ എന്ന് പറയേ. അപ്പോ ഇത് റിപ്പയർ ചെയ്യണ്ടേ എന്ന് ചന്തു. നീ പറഞ്ഞത് ചെയ്യടാന്ന് ഹരീഷ് വഴക്ക് പറയേ. എന്തോന്നിത്, ഒരു ജോലി തീർക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞ് ചന്തു ഇവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് ഒരു സ്കൂട്ടിയുമായി ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും ഇനി പറയുന്ന ഹരീഷ്. ഡാ ഹരീഷേ, ഇന്ന് നിധിയുടെ അച്ഛൻ വണ്ടി കയറിയായിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ സുധീഷിന്റെ വണ്ടിയിലോ എന്ന് ഹരീഷ്. എന്നിട്ട് വഴക്കായൊന്ന് അവൻ ചോദിക്കേ. അയാള് 4 ഡയലോഗ് അടിച്ചപ്പോ ഞാനും തിരിച്ച് അതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ പ്രശ്നം അതല്ല, ഒരാഴ്ചക്കുള്ളിൽ എന്നെയും നിധിയെയും ആയിട്ട് പിരിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാ അയാൾ ഇറങ്ങിപ്പോയത്. അത് കേട്ടപ്പോ ഒരു ചെറിയ പേടി എന്ന് സുധീഷ്. അല്ല നിങ്ങളുടെ കല്യാണത്തിനെ പറ്റി അയാൾക്കൊന്നും അറിയില്ലെന്ന് ഹരീഷ് ചോദിക്കെ. ഇല്ലടാ ഇത് ഒറിജിനൽ കല്യാണമാണെന്നാ അയാൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് സുധീഷ് പറയേ. ആ അതറിഞ്ഞ അപ്പ തീർന്നു, വെല്ലുവിളിയും വേണ്ട വർത്താനം വേണ്ട, പിടിച്ചോണ്ട് പോയാ മതി. കൂടെ വിവാഹ തട്ടിപ്പുമായി വഞ്ചന ചതി തുടങ്ങിയ കേസുകളൊക്കെ പുറകെ വരും എന്ന് ഹരീഷും ഓർമ്മിപ്പിക്കെ. എന്നാ നീ ചെന്ന് അയാളോട് പറഞ്ഞു കൊടുത്തു ഒരു ഒറിജിനൽ കല്യാണമല്ല ഒരു തട്ടിപ്പായിരുന്നുവെന്ന് എന്ന് സുധീഷും പരിഭവത്തോടെ പറയുകയാ. ചേച്ചേ ഞാൻ അങ്ങനെയുള്ള ആളല്ല, പക്ഷേ എന്നാലും എന്ത് ധൈര്യത്തിൽ അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് ഹരീഷ് ചോദിക്കെ. ആ അറിഞ്ഞുടനെ എന്നെ കണ്ടാലേ പുള്ളിക്ക് ഒരു തരം ചൊറിച്ചില്ല എന്ന് സുധീഷ് പറയേ. അത് സ്വാഭാവികമെന്ന് ഹരീഷ്. അല്ല അത്രയും വലിയൊരു വീട്ടിലെ ഇങ്ങനെ പോലെ ഒരു ഡ്രൈവർ കൊണ്ടുപോകുമ്പോ ഏതച്ഛനായാലും ഇത്തിരി ചൊറിയും. ഇത്രയും വലിയ ലോട്ടറി കിട്ടിയ സ്ഥിതിക്ക് ഇങ്ങനെ അതുകൂടി കേൾക്കാൻ ബാധ്യസ്ഥനല്ലേ എന്ന് ഹരീഷ് ചോദിക്കെ. എടാ ഞാൻ അതും കേട്ട് വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, തിരിച്ചു പറയാനുള്ളത് നല്ല വെടിപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആലോചിക്കുമ്പോ ഒരു പേടി എന്ന് സുധീഷ് പറയെ. ഏട്ടത്തിയെ കൊണ്ടുപോകുന്നതാണോ എന്ന് ഹരീഷ്. അതിനുള്ളൊരു ചാൻസ് ഇല്ലാതില്ലെന്ന് സുധീഷ്. എങ്ങനെയെന്ന് ഹരീഷ് ചോദിക്കെ. ഞാനത് നിന്നോട് ഡിസ്കസ് ചെയ്യാനാ വന്നേ. എന്തായിരിക്കും ചാലഞ്ച് ചെയ്യുമ്പോ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്ലാൻ? ഇനിയിപ്പോ വീണ്ടും ഒരു സൂയിസൈഡ് നാടകം കളിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കെ. ഏയ് അതിനി വർക്കാവില്ലെന്ന് ആൾക്കറിയില്ലേ ഹരീഷും. അത് ശരിയാ, ഇത് ഇനിയിപ്പോ അത് വിശ്വസിക്കേയില്ല. പക്ഷേ വേറെന്തെങ്കിലും രീതിയിൽ അയാളത് ശ്രമിച്ചാലേ, പ്രത്യേകിച്ചും മുഖത്ത് നോക്കി ഞാൻ നല്ല വാക്ക് തിരിച്ചു പറഞ്ഞപ്പോ അയാൾക്കും വാശി കയറിയിട്ടുണ്ടാവും. എടാ അയാളെ ചീത്ത പറഞ്ഞപ്പോ ഒരു സുഖമുണ്ടായിരുന്നെങ്കിലും ആലോചിക്കുമ്പോ ഒരു പേടി ഉള്ളിലൊരു വല്ലാതെ എന്ന് സുധീഷ് പറയുമ്പോ ഹരീഷ് അതും കേട്ടുകൊണ്ട് വണ്ടി തുടയ്ക്കുന്ന തിരക്കിലായിരുന്നു. അത് കാണേ സുധീഷ് ദേഷ്യത്തോടെ. എടാ നീ ഇവിടെ വർക്ക്ഷോപ്പാണോ നടത്തുന്നത് അതോ സ്പാ ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ തടവിക്കൊണ്ട് വൃത്തികെട്ട രീതിയിൽ നോക്കിയിരിക്കുന്നത് ഒരുമാതിരി ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ജ്യൂസുമായി അങ്ങോട്ടെത്തിയ ടിറ്റോ. ഈ വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സുധീഷ് ഏട്ടാ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറഞ്ഞു വന്നത്. നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഹരീഷേട്ടൻ ഇത് പണിഞ്ഞിട്ടും മതിയാവുന്നില്ല എന്ന് പറയേ. അതെന്താടാ എന്ന് സുധീഷും. അതാ നീതുവിന്റെ വണ്ടിയാ എന്നിട്ടോ ചിരിയോടെ പറയേ. സുധീഷും അങ്ങനെ വരട്ടെ എന്ന് പറയാ. ഹരീഷും നാണത്തോടെ ഇരിക്കുകയാ. വണ്ടിക്കൊരു കുഴപ്പവുമില്ലെന്ന് കൊണ്ടുവരുന്ന നീതുവിനും അറിയാം, പണി നടത്തുന്ന ഹരീഷേട്ടനും അറിയാം. എന്നാലും ഈ വണ്ടി വരുമ്പോ എന്റെ സുധീഷേട്ടാ കണ്ട സഹിക്കില്ലെന്ന് ടിറ്റോ പറയുമ്പോഴേക്കും എടാ പോടാ എന്ന് ദേഷ്യത്തോടെ അവിടുന്ന് ഏറ് വെച്ച് കൊടുക്കുക ഹരീഷ്. അങ്ങനെയായിരുന്നല്ലേ എന്ന് ചിരിയോടെ സുധീഷും ചോദിക്കേ. അങ്ങനെയൊന്നുമില്ല സുധീഷേട്ടാ, വണ്ടിക്ക് ശരിക്കും കംപ്ലൈന്റ് ഉണ്ട്, ഇവൻ വെറുതെ പറയുന്നതെന്ന് ഹരീഷും. മനസ്സിലായി എന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിയോടെ. അല്ല നീ ശരിക്കും കംപ്ലൈന്റ് തീർക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് സുധീഷും. അവനെ ജ്യൂസുമായി ടെൻഷനോടെ അവിടുന്ന് എഴുന്നേറ്റ് നിനക്ക് വരെ ലൈൻ സെറ്റായി, എന്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് ടെൻഷനോടെ വേറൊരു ബൈക്കിലിരിക്കെ. ഒന്നും സംഭവിക്കില്ല സുധീഷേട്ടാ, അയാൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴല്ലേ നമുക്ക് നോക്കാമെന്ന് ഹരീഷ്. സുധീഷും ആശ്വാസത്തോടെ നെടുവേർപ്പിട്ടുകൊണ്ട് ഹോ ഈ ഒരു ധൈര്യം കിട്ടാനാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്, ആശ്വാസമായി എന്ന് പറഞ്ഞ് ആ ജ്യൂസ് കുടിക്കുക. പിന്നീട് രാജീവ് തന്റെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനിടയിൽ ഡ്രൈവർ രാജീവിനോടായി ചോദിക്കുന്നുണ്ട്. സാർ പറഞ്ഞ സ്ഥലമെത്തി, ഇനി ആ വീട്ടിലേക്കുള്ള വഴി അതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. രാജീവും പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ഭാഗത്ത് എവിടെ നിന്നോ തിരിയണം, പതിയെ പോ, ഞാൻ അരുണിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ശരി സാർ എന്ന ഡ്രൈവർ. രാജീവ് തന്റെ മൊബൈൽ എടുത്ത് അരുണിനെ വിളിക്കുമ്പോഴേക്കും അരുൺ അവിടെ കാർ ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് പറഞ്ഞു അച്ഛാ എന്ന് പറയാം. ഡാ നീ പറഞ്ഞ സ്ഥലമെത്തി, അവന്റെ വീട് എവിടെന്ന് പറഞ്ഞ് എന്ന് ചോദിക്കെ. ആ ജംഗ്ഷൻ കഴിഞ്ഞോ എന്ന് അരുണും. കഴിഞ്ഞെന്ന് രാജീവ് പറയേ. ഒരു 500 മീറ്റർ പോകുമ്പോ ഇടത്തോട്ടൊരു വഴിയുണ്ട്, തിരിഞ്ഞ പിന്നാഭാഗത്തുള്ള ഏറ്റവും തല്ലിപ്പൊളി വീടാതാ, ആ വഴി ചെന്ന് മുട്ടു
നിർത്തുന്ന വീട്. കിളിക്കൂടെന്നോ മറ്റോ ആണ് പേര്. കാക്കക്കൂട് പോലെ ഇരിക്കും, ആരോട് ചോദിച്ചാലും അറിയും എന്ന് അരുൺ പറയേ ശരിയെന്ന് പറഞ്ഞ് രാജീവും കോൾ കട്ട് ചെയ്യുക. രാജീവും ഡ്രൈവറോടായി എടാ ആരോടെങ്കിലും ചോദിക്കാം, നീ വണ്ടി ഒന്ന് നിർത്ത എന്ന് പറയേ ഡ്രൈവറും ഒരിടത്ത് സൈഡ് ഒതുക്കി വണ്ടി നിർത്തുക. അവിടെ ഇരിക്കുന്ന രണ്ടുപേരോടായി ചേട്ടോ ഈ ഭാഗത്ത് ടാക്സി ഡ്രൈവർ സുധീഷിന്റെ വീട് ഏതാ എന്ന് ചോദിക്കേ. അതെ, നമ്മുടെ ഭാസ്കരൻ ചേട്ടന്റെ മോനാണോ എന്ന് അവരും എന്ന് ഡ്രൈവർ പറയുമ്പോഴേക്കും അവർ അപ്പുറത്ത് മാറി വണ്ടി കാത്ത് നിൽക്കുകയായിരുന്ന സുഭാഷിനെ നീട്ടി വിളിച്ച് സുഭാഷേ ഇതേ നിനക്കുള്ള കോൾ ആണെന്ന് തോന്നുന്നു എന്ന് പറയെ സുഭാഷും റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഓടി വരിക. സുഭാഷും കാറിലേക്ക് നോക്കി ഡ്രൈവറോടായി എന്താ എന്ന് ചോദിക്കെ. ഈ ടാക്സി ഓടിക്കുന്ന സുധീഷ് ഡ്രൈവറും എന്റെ അനിയനാ എന്ന് സുഭാഷ് പറയാണോ എന്ന് ചോദിച്ച് ഡ്രൈവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് ശ്രദ്ധിക്കുക. രാജീവും കാറിന്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഞാൻ നിധിയുടെ അച്ഛനാ രാജീവ് എന്ന് പറയെ ചിരിയോടെ രാജീവിനെ നോക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയെ കാണാനായി അച്ഛൻ രാജീവ് കിളിക്കൂടിലെത്തുന്നതും അവളോട് പെരുമാറിയതിനെ കുറിച്ച് കുറ്റബോധത്തോടെ സംസാരിക്കുന്നതും അവരുടെ വിരുന്നു സ്വീകരിച്ച് ഒരു രാത്രി അവിടെ താങ്ങാമെന്ന് സമ്മതിച്ച് നിധിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.